ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ജയപാലൻ രാജേശ്വരിയെ വിളിച്ച് നിവിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയുകയാണ്. രാജി, നിവിൻ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിനെതിരെ നീങ്ങിക്കൊണ്ടിരിക്കുക, അതും കാവേരിക്ക് വേണ്ടി. മുക്കചക്രത്തിന് ഗുണ്ടകൾ കാണിക്കുന്ന പരാക്രമ ഇന്ന് പോലീസ് സ്റ്റേഷനിൽ കാണിച്ചേ. അത് വിശാലിനെ അകത്താക്കാനാന്ന് കൂടി ഓർക്കണം എന്ന് ജയപാലൻ പറയേ. ഞാൻ ചോദിക്കാൻ ജയപാലട്ടാ, അവനിങ്ങ് വന്നോട്ടെ എന്ന് രാജേശ്വരിയും. അല്ല, നിനക്കെന്തുവാ, സുഖമില്ലേ എന്ന് ജയപാലൻ ചോദിക്കുക. ചെറിയൊരു തലവേദന എന്ന് രാജേശ്വരിയും. ശരി എന്നാ വെച്ചോ എന്ന് പറഞ്ഞ് ജയപാലൻ കോൾ കട്ട് ചെയ്യുക. രാജേശ്വരി കണ്ണടച്ച് ചേർലിരിക്കുമ്പോഴാണ് ഹസ്ബൻഡ് സത്യേട്ടൻ അങ്ങോട്ട് കയറി വരുന്നത്. കണ്ണടച്ചിരിക്കുന്ന അവളുടെ മുന്നിൽ ചെന്ന് ക്യായ ഹാ കമലെ ഹേ ക്യാ എന്നയാൾ ചോദിക്കേ. കണ്ണു തുറക്കുന്ന രാജി കാണുന്നത് മുന്നിൽ ചിരിയോടെ നിൽക്കുന്ന സത്യേട്ടനെയാണ്. രാജേശ്വരിയും എഴുന്നേറ്റ് മാഫ് കീജിയെ. സോറി, എങ്ങോട്ട് പോകുന്നു, എവിടെ ഉറങ്ങുന്നു, എപ്പോ വരും, ഈ കാര്യങ്ങൾക്കൊന്നും വ്യവസ്ഥയില്ലാത്ത ഊരു തെണ്ടികൾക്ക് കൊടുക്കാൻ ഇവിടെ റൂമില്ല എന്ന് രാജി പറയേ. ഊരു തെണ്ടി കൊള്ളാം, നല്ല വിശേഷണം. നിന്റെ വൊക്കാബുലറി കുറെ മെച്ചപ്പെട്ടല്ലോ രാജി എന്ന് സത്യേട്ടനും പറയുന്നുണ്ട്. എന്റെ വൊക്കാബുലറിയുടെ കാര്യമൊന്നും പറയണ്ട സത്യേട്ടാ. ഇങ്ങനെ നേരെ മുന്നിൽ വന്ന് കസ്റ്റഡിയിലാവുമ്പോൾ പ്രയോഗിക്കാൻ വേണ്ടി ഞാൻ ചുട്ടുപഴുപ്പിച്ച് കുറച്ച് വാക്കുകൾ കരുതി വെച്ചിട്ടുണ്ടായിരുന്നതാ എന്ന് രാജേശ്വരിയും പറയുകയാ. എന്ന് ഇങ്ങ് പോന്നോട്ടെ, ഞാനിവിടെ മുമ്പിൽ നിൽക്കയല്ലേ എന്ന് സത്യേട്ടൻ ചിരിയോടെ പറയേ. പക്ഷേ ഈ മുഖത്ത് നോക്കി എനിക്കതൊന്നും പറയാൻ കഴിയുന്നില്ല സത്യേട്ടാ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ കരഞ്ഞ് രാജേശ്വരി സത്യേട്ടന്റെ നെഞ്ചിലേക്ക് ചായുകയാണ്. തന്റെ നെഞ്ചിൽ കിടന്ന് പൊട്ടിക്കരയുന്ന രാജിയെ സത്യേട്ടനും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുക. പിന്നീട് അവളെ പിടിച്ചുയർത്തി, അയ്യേ നമ്മുടെ ഉരുക്കു വനിത കരയുവാണോ, ആരെങ്കിലും കണ്ട നാണക്കേടല്ലേ എന്ന് ചോദിക്കേ. സത്യേട്ടൻ അറിയില്ല ഞാൻ ഇവിടെ എന്താ അനുഭവിക്കുന്നതെന്ന്. ഒരാൺതുണയില്ലാതെ ഇവിടെ ഞാൻ എന്ന് സങ്കടത്തോടെ രാജേശ്വരി പറയെ. അതിന് മാത്രം നിനക്ക് എന്ത് പ്രശ്നങ്ങളാ ഇവിടെ എന്ന് സത്യേട്ടൻ ചോദിക്കുമ്പോഴേക്കും നിവിനും തന്റെ വണ്ടിയിൽ മുറ്റത്തെത്തിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങി അവൻ അച്ഛന്റെ കാറ് കിടക്കണ കണ്ട് സന്തോഷത്തോടെ അച്ഛന്റെ അരികിലേക്ക് ഓടിച്ചെന്ന് ഹായ് അച്ഛൻ ബ്രോ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്താണ് മോൻ ബ്രോ, സുഖം തന്നെ എന്നച്ഛൻ ചോദിക്കേ. എന്റെ കുട്ടി അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ എന്ന് നിവിനും. ആട്ടെ, എപ്പോഴാ ലാൻഡ് ചെയ്തേ ഛത്തീസ്ഗഡിന്ന് എന്ന് നിവിൻ ചോദിക്കേ. ഇതേ ഇപ്പൊ വന്നതേ ഉള്ളൂ. നീ ഇപ്പോഴും പഴയതുപോലെ കറക്കം തന്നെയാ എന്നച്ഛൻ ചോദിക്കുന്നുണ്ട്. അതിനൊന്നും ഒരു മാറ്റവുമില്ല, ഇപ്പോ തിരക്കിത്തിരി കൂടിയെങ്കിലേ ഉള്ളൂ. നാട്ടിലെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ കൂടി ഏറ്റെടുത്തിരിക്കുക സാറിപ്പോ എന്ന് രാജേശ്വരി ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ആണോടാ എന്നൊരു ചിരിയോടെ അച്ഛൻ ചോദിക്കേ. ചുമ്മാ തള്ളു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ അറിഞ്ഞൂടെ ബ്രോ എന്ന് നിവിൻ ചോദിക്കേ പൊട്ടിച്ചിരിച്ചുകൊണ്ട്. അത് പോയിന്റ് എന്നച്ഛനും പറയുക. ചുമ്മാ ചിരിച്ച് തള്ളിക്കളയിലെ സത്യേട്ട, മോന്റെ കുസൃതി ഇപ്പോ ഇത് രാത്രി കടക്കുന്നു എന്ന് രാജേശ്വരി പറയുന്നുണ്ട്. കണ്ടില്ല അച്ഛാ, അമ്മയുടെ സ്വഭാവം ആകെ മാറി, എപ്പോഴും എന്തേലും കുറ്റം കണ്ടെത്തി ഇങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്ന് നിവിനും പറയുന്നുണ്ട്. എങ്ങനെയാ വഴക്ക് പറയാതിരിക്കുന്നെന്ന് സത്യേട്ടൻ തന്നെ ഒന്ന് പറയണം. ഗസ്റ്റുകൾ കൂടുതലും സ്റ്റാഫ് കുറവുമായിട്ടുള്ള അവസ്ഥയായിപ്പോ റിസോർട്ടില്. ജോലിക്ക് കയറിയ പിറ്റേ ആഴ്ച മുതൽ ലീവാ ഓരോരുത്തരും. സർവീസ് മോശമാണെന്ന് പറയാതിരിക്കാൻ എല്ലായിടത്തും ഓടിയെത്തണം. റിസപ്ഷനിസ്റ്റിന്റെ ചെറുവരെ ഞാൻ നോക്കേണ്ട അവസ്ഥയാ. അതിനിടെ നമ്മുടെ മോൻ എന്താ ചെയ്യുന്നെന്ന് നോക്ക്, ഇപ്പൊ എവിടുന്നാ വരുന്നെന്ന് ചോദിക്കേ എന്ന് രാജേശ്വരി പറയേ. നിവിനും ഒരു പരങ്ങലോടെ അച്ഛാ അത് ഞാൻ എന്ന് പറഞ്ഞു നിൽക്കേ. എടാ, നിന്നോട് ഞാനൊന്നും ചോദിച്ചില്ലല്ലോ എന്നച്ഛനും ചിരിയോടെ പറയുന്നുണ്ട്. അത് കണ്ട് രാജേശ്വരിയും അല്ലെങ്കിലും നിങ്ങൾ അച്ഛനും മകനും ഒറ്റക്കെട്ടാണെന്ന് എനിക്കറിയാം എന്ന് പരിഭവത്തോടെ പറയേ. അതല്ല രാജി, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ. നിനക്ക് അവനെക്കുറിച്ചും അവന് നിന്നെക്കുറിച്ചുള്ള പരാതിയൊക്കെ നമുക്ക് വഴിയെ തീർപ്പാക്കാം എന്ന് സത്യേട്ടൻ പറയുന്നവൾക്ക് രാജേശ്വരിയും ഒരു നെടുവീർപ്പോടെ നിൽക്കുകയാണ്. അച്ഛാ, ഞാൻ ഇന്ന് അകത്തേക്ക് ചെല്ലട്ടെ, ഒരു കുളിപ്പാസാക്കിയിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം എന്ന് നിവിൻ പറയേ. ആയിക്കോട്ടെ എന്ന് അച്ഛനും. അവൻ അകത്തേക്ക് കയറിപ്പോകുമ്പോഴേക്കും രാജേശ്വരിയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടല്ലേ സത്യേട്ടൻ പോവെന്ന്, അതോ ഛത്തീസ്ഗഡിലെ കോമ്പനാന പെറ്റുകിടക്കുന്നെന്നും പറഞ്ഞ് ഉടനെ കെട്ടുമുറുക്കോ എന്ന് ചോദിക്കേ. അവിടെ ഇപ്പോ പൊള്ളുന്ന ചൂടാ രാജി, ഛത്തീസ്ഗഡിലെ ഏറ്റവും ചൂട് കൂടിയ സമയമായി ഇപ്പോ 40-45 ഡിഗ്രി സെൽഷ്യസ് വരെ വരാറുണ്ട് എന്ന് സത്യേട്ടൻ പറയുന്നതുകൾക്ക്. ഓ, അപ്പോ എന്നെ മോനെ കാണാനുള്ള കൊതി കൊണ്ടല്ല, അവിടുത്തെ ചൂട് സഹിക്കാൻ കഴിയാത്തോണ്ടാ സത്യേട്ടൻ പെട്ടെന്ന് ഇങ്ങ് പോകുന്നത് എന്ന് രാജി പരിഭവത്തോടെ പറയേ. അങ്ങനെയൊന്നും വിചാരിച്ച് കളയില്ലേ രാജി, എല്ലാം ഒരു നിമിത്തമായിട്ട് എടുത്താൽ മതിയെന്ന് സത്യേട്ടനും. BP ടാബ്ലറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ എന്ന് രാജി ചോദിക്കേ. ഉണ്ടെന്ന് സത്യേട്ടനും. BP ഇപ്പോ എങ്ങനെയാന്ന് രാജി ചോദിക്കേ. അതിങ്ങനെ കൂടും കുറയും, പിന്നെയും കൂടും പിന്നെയും കുറയും. ഇപ്പൊ കുറഞ്ഞിരിക്കുക, ഇനി കൂടാനാണ് സാധ്യത എന്ന് സത്യേട്ടൻ പറയുന്നതൊക്കെ രാജി ദേഷ്യത്തോടെ സത്യേട്ടനെ നോക്കുകയാ. അല്ല, ഈ അസുഖത്തിന്റെ സ്വഭാവം വെച്ച് പറഞ്ഞതാ. ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ രാജി, യാത്ര ചെയ്ത് ക്ഷീണം പിടിച്ചു എന്ന് പറയേ. രാജിയും ശരിയെന്ന് സമ്മതിക്കുക. അവിടെ സ്നേഹതീരത്തിൽ തൊലികളഞ്ഞ ഒരു ഫുൾ കോഴിയും പ്ലേറ്റിൽ വെച്ച് നോക്കിയിരിപ്പാ ശാരദയും കൂട്ടരും. അത് കണ്ട് അങ്ങോട്ടെത്തിയ വിനീതും ഇതെന്താ കോഴി ധ്യാനമോ എന്ന് ചോദിക്കേ. അല്ലട വിനീതേ, ജയിലിൽ കിടന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് കാവേരി പുറത്തു പോയപ്പോ ഒരാളുടെ കയ്യിൽ മേടിച്ചു വിട്ടതാ എന്ന് രാധമ്മ പറയേ. ഗംഗയും പറയുന്നുണ്ട് ഇതിപ്പോ പട്ടിയുടെ കയ്യില് മുഴുവൻ തേങ്ങ കിട്ടിയത് പോലെയായെന്ന്. എന്തു പറ്റിയെന്ന് വിനീത് ചോദിക്കേ.
നിളയ്ക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് യമുനയും പറയുന്നുണ്ട്. അതിനിപ്പോ എന്താ എന്ന് പറഞ്ഞ് നിളയെ ചേർത്ത് പിടിച്ച് എന്റെ നിളക്കുട്ടിക്കൊരു ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അത് സാധിച്ചു കൊടുക്കണ്ടേ എന്ന് പറയേ ശാരദയും ചിക്കന് നേരെ നോക്കി കൈകൂപ്പി, നമസ്കാരം പ്രിയപ്പെട്ട ചിക്കനെ, നീ പോയി ഒരു ബിരിയാണിയായി വാ എന്ന് പറഞ്ഞാൽ അത് ബിരിയാണിയായി വരില്ല. എന്നമ്മായി പറയുന്നവർക്ക് ബിരിയാണി ഉണ്ടാക്കാൻ എന്താ പ്രശ്നം? ഉണ്ടാക്കാൻ കിച്ചണില്ലേ? അടുപ്പും ഗ്യാസും ഇല്ലേ? മല്ലിയിലയും പുതിനയിലയും ഉണ്ടേൽ ഉണ്ടാക്കാൻ ആളില്ലേ എന്ന് വിനീത് ചോദിക്കേ. പക്ഷേ ഉണ്ടാക്കാൻ ഇപ്പോ ആളില്ലടാ എന്ന് രാധമ്മയും. അതിനിപ്പോ എന്താ പ്രശ്നം? ഉണ്ടാക്കാൻ ആളില്ലല്ലേ എന്ന് പറഞ്ഞവൻ ഓരോരുത്തരെയും എണ്ണുകയാ. നിലയെ എണ്ണി നിർത്തി 5 പറയുമ്പോഴേക്കും കാവേരി ചേച്ചിയും കൂട്ടിയ 6 പെണ്ണുങ്ങൾ ഉണ്ടായിട്ട് കഴിക്കാനല്ലാതെ വെക്കാൻ ഒരു ഗുണവുമില്ല എന്ന് നില പറയുന്നുണ്ട്. എടി, അതിപ്പോഴത്തെ പിള്ളേരുടെ രീതിയിൽ അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ടാ. പഴയ രീതിയിലാണെങ്കിൽ ഞാൻ തകർത്തേനെ എന്ന് രാധമ്മയും പറയുക. അച്ഛമ്മേ, അതിന് ബിരിയാണി എന്നല്ല പറയുന്നേ, കോഴിക്കറി എന്നാ പറയുന്നതെന്ന് യമുനയും പരിഹസിക്കുന്നുണ്ട്. ഗംഗയും പറയുന്നുണ്ട്, ഞാൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞു, പക്ഷേ എത്ര ശ്രമിച്ചാലും ഒടുവിൽ കുഴഞ്ഞു പിടിക്കും. അത് കേൾക്കെ വിനീത് യമുനയെ നോക്കേ, എന്നെ നോക്കണ്ട വിനീതേട്ടാ, എനിക്ക് കഴിക്കാനേ അറിയൂന്ന് യമുന പറയേ. എനിക്കും എന്ന് നിളയും. ഞാൻ ഉണ്ടാക്കാന്ന് മര്യാദയ്ക്ക് പറഞ്ഞതാ എന്ന് ശാരദ പറയേ. അമ്മ ഉണ്ടാക്കിയ സൂപ്പറായിരിക്കും എന്ന് നിളയും പറയുന്നുണ്ട്. അത് വേണ്ടമ്മേ, അമ്മയുടെ കൈക്ക് വേദനയാന്നല്ലേ പറഞ്ഞേ എന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അത് സാരമില്ലടി, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഗുളിക കഴിക്കാം എന്ന് പറഞ്ഞമ്മ കൈ ടേബിളിൽ കുത്തി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും കൈ വേദനിച്ച് അവിടെ തന്നെ ഇരിക്കുക. കണ്ടോ, അമ്മയ്ക്ക് വയ്യ, നീ പൊടി നിന്റെ ഒരു ചിക്കൻ ബിരിയാണിയും കൊണ്ട് എന്ന് യമുന അവളെ വഴക്കു പറയുക. ഉണ്ടാക്കി തന്നാ ചേച്ചി കഴിക്കില്ലേ? ഞാനുള്ള കാര്യം തന്നെ പറഞ്ഞെന്ന് നിളയും പറയുന്നുണ്ട്. ചിക്കൻ കറിയാണെങ്കിൽ ഞാൻ വെച്ചു തരാമെന്ന് ഗംഗ പറയേ. പറ്റില്ല, എനിക്ക് ചിക്കൻ ബിരിയാണി തന്നെ വേണമെന്ന് നിളയും. എടി, ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞില്ലേ എന്ന് ശാരദ ചോദിക്കെ. ഈ വേദനയും വെച്ചിട്ട് അമ്മ ഉണ്ടാക്കിയിട്ടെ അവൾ അങ്ങനെ ആ ബിരിയാണി കഴിക്കണ്ടെന്ന് യമുനയും. ബഹളം കേട്ട് വിനീതും നിർത്ത്, നമ്മൾ ഇവിടെ ബിരിയാണി വെക്കുന്നു, അത് നിളക്കുട്ടി കഴിക്കുന്നു, ഒപ്പം ബാക്കിയുള്ളവരും എന്ന് വിനീത് പറയേ. അതിനാര് ബിരിയാണി വെക്കുന്നു എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വിനീത് എന്ന് വിനീത് പറയേ. അതിന് വിനീതേട്ടനെ ബിരിയാണി വെക്കാനൊക്കെ അറിയോ എന്ന് ഗംഗയും ചോദിക്കുന്നുണ്ട്. പിന്നെ നല്ല ഞെരിപ്പായിട്ട് വെക്കും. മോൾക്ക് എന്ത് ബിരിയാണി വേണ്ടത്? തലശ്ശേരി ബിരിയാണി, ദം ബിരിയാണി, ചെട്ടിനാട് ബിരിയാണി, കല്യാണ ബിരിയാണി എന്ന് വിനീതേട്ടൻ ചോദിക്കേ. എനിക്ക് ചിക്കൻ ബിരിയാണി മതിയെന്ന് നിളയും. അപ്പോൾ ദം ബിരിയാണി തന്നെ ആയിക്കോട്ടെ, ഒരൊറ്റ മണിക്കൂർ കാത്തു നിന്നാ മതി. അതിനുള്ളിൽ വായിൽ കപ്പലോടുന്ന ടേസ്റ്റുള്ള ബിരിയാണി ഈ വിനീതേട്ടൻ ഉണ്ടാക്കും. പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട്, ഞാൻ ബിരിയാണി വെച്ച് കഴിയുന്നവരെ കിച്ചണിലാരും കയറാൻ പാടില്ല. എന്റെ ബിരിയാണി ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിനീത് പറയുന്നവർക്ക്. അല്ല, എനിക്ക് ചോറും കറിയും വെക്കാനുണ്ടായിരുന്നല്ലോ എന്ന് ശാരദയും പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ പാചകം ചെയ്യുന്നതിന് മുമ്പായിരിക്കണം എന്ന് വിനീത് പറയേ. എന്റെ അമ്മേ, ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ ചോറ് എന്തിനാ എന്ന് യമുനയും ചോദിക്കുക. അപ്പോൾ കഴിക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു, അംഗം വെട്ടാൻ ഞാൻ അടുക്കളയിലേക്ക് എന്ന് പറഞ്ഞ് വിനീത് ടേബിളിൽ ഇരിക്കുന്ന ചിക്കനും എടുത്ത് അടുക്കളയിലേക്ക് പോവുകയാണ്. ഗംഗയോടായി അമ്മ, മോളെ ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കേ. എനിക്കറിയില്ല, എനിക്കിതിൽ എന്തോ അസ്വാഭാവികത തോന്നുന്നുണ്ടെന്ന് ഗംഗയും. ഒന്ന് പോ ഗംഗേച്ചി, നല്ല ഉശിരൻ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വിനീതേട്ടൻ വരും, നമുക്കിന്നെ മൊത്തത്തിലൊന്ന് ആഘോഷിക്കണം, കഴിക്കാൻ ഞാൻ റെഡിയാ എന്ന ആവേശത്തോടെ യമുന പറയുന്നുണ്ടെന്ന് നിളയും. പിന്നീട് മോഡേൺ ഡ്രസ്സിൽ രാഗിണി കാർ ഓടിച്ചു വരിക. അവളുടെ കാറിന് മുന്നിൽ സ്കൂട്ടിയിൽ പോകുകയായിരുന്നു കാവേരിയും. സ്പീഡിലെത്തിയ രാഗിണിയെ നിർത്താതെ ഹോണടിക്കുമ്പോഴേക്കും കാവേരിയും സ്കൂട്ടിയും റോഡിലേക്ക് മറിഞ്ഞു വീഴുകയാ. കാവേരി റോഡിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും രാഗിണി അങ്ങോട്ട് വന്ന് കൈനീട്ടി ഒരു കൈസഹായം വേണോ എന്ന് ചോദിക്കെ. കാവേരി തല ഉയർത്തി നോക്കുമ്പോഴാണ് ചിരിയോടെ നിൽക്കുന്ന രാഗിണിയെ കാണുന്നത്. രാഗിണി എന്നവൾ വിളിക്കെ. അതെടി, രാഗിണി തന്നെ, ജയപാലന്റെ മകൾ രാഗിണി. രാഗിണിക്ക് നേരെ ഒന്ന് നിവർന്നു നിൽക്കാൻ ഒരു കൈസഹായം വേണോ എന്നവൾ ചോദിക്കെ. കാവേരിയും എഴുന്നേറ്റ്, കൊള്ളാമടി, നിന്റെ എൻട്രി കാലയ്ക്ക് നിനക്കും നിന്റെ അച്ഛനും ഒക്കെയുള്ള ഒരു പാരമ്പര്യമുണ്ടല്ലോ, വാപ്പച്ചിയുടെ ലെഗസി, അതിന്റെ ഒരു ടച്ച് ഉണ്ട് ഈ എൻട്രിക്ക്. പിന്നീന്ന് കുത്തുന്ന ശീലം മറന്നിട്ടില്ലല്ലോ. ഞാനും എന്റെ അച്ഛനുമൊക്കെ എന്ന് നിവർന്നു നിന്നിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണല്ലോ നിനക്കും നിന്റെ അച്ഛനുമൊക്കെ പിന്നീന്ന് കുത്തി വീഴ്ത്താൻ കഴിയുന്നത് എന്ന് കാവേരിയും ചോദിക്കുക. ഞാൻ നിന്നെ തൊട്ടില്ലല്ലോടി, തൊടാതെ തന്നെ നീ പേടിച്ചു, അതെന്റെ കുറ്റമല്ല. കാവേരി അടിക്കാനായി കൈവങ്ങുമ്പോഴേക്കും പിന്നോട്ട് മറന്ന രാഗിണിയും നിലത്തേക്ക് വീഴുകയാ. കാവേരിയും ചിരിയോടെ ജയപാലന്റെ മോൾക്ക് അരവിന്ദന്റെ മകൾ കാവേരിയുടെ കൈ സഹായം വേണോ എന്ന് ചോദിച്ച് കൈനീട്ടെ. രാഗിണിയും ദേഷ്യത്തോടെ എഴുന്നേറ്റ് നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് അവളുടെ നേരെ വിരൽ ചൂണ്ടുകയാ. കാവേരിയും ഹെൽമെറ്റ് ഊരിക്കൊണ്ട്, തൊടാതെ നീ എന്തിനാടി പേടിച്ചത്? അതെന്റെ കുറ്റമാണോ? വാളിന്റെയോ വാഹനത്തിന്റെയോ ഒക്കെ പിന്തുണ വേണം നിനക്കൊക്കെ കരുത്തു കാണിക്കാൻ. കണ്ണൂർക്കാരൻ അരവിന്ദന്റെ മകൾ കാവേരിക്ക് അതിന്റെ ആവശ്യമില്ലടി, ഈ വെറും കൈ മതി. ഇനിയും തിളപ്പ് കൂടുതലാണെങ്കിൽ വാ, നമുക്കൊന്ന് മുട്ടി നോക്കാം. വാരിയെടുത്ത് റോഡിൽ പതിപ്പിച്ചു കളയും ഞാൻ, പിന്നെ പറിച്ചെടുത്തോണ്ട് പോവേണ്ടി വരും ജയപാലന്റെ മോളെ. മുൻപ് മുട്ടാൻ വന്നപ്പോഴുള്ള അനുഭവങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് മോള് വണ്ടി നേരെ ബാംഗ്ലൂർക്ക് തിരിച്ചു വിട്ടോ എന്ന് കാവേരി പറയേ. അങ്ങനെ പെട്ടെന്ന് വണ്ടി തിരിക്കാൻ വേണ്ടിയിട്ടല്ലടി ഈ രാഗിണി വന്നത്, ഒപ്പത്തിനൊപ്പം മുട്ടാൻ ഒരാളില്ലാത്തത് കൊണ്ട് നീ ഇവിടെ കിടന്ന് വിലസുവാണെന്ന് ഞാൻ കേട്ടു. നിന്റെ അച്ഛൻ മരിക്കാൻ കാരണം എന്റെ അച്ഛനാണെന്നോ
അയാളുടെ അടുത്തുനിന്ന് എന്റെ അച്ഛൻ തോട്ടവും പണവും ഒക്കെ തട്ടിയെടുത്തുന്നോ? എന്തൊക്കെയാടി കഥകള്? ഒന്നാലോചിക്കുമ്പോ കഷ്ടമാടി നിന്റെ അച്ഛന്റെ കാര്യം. 4 പെൺമക്കൾ, 4നെയും കെട്ടിച്ചു വിടാനും കുടുംബം കഴിയാനുമൊക്കെയായി ആകെയുള്ളത് ഗൾഫിലുള്ളൊരു കൂലിപ്പണി. എന്റെ അച്ഛന്റെ വിയർപ്പിന്നുള്ള പണം കൊണ്ട് ഇതുവരെ എങ്ങനെയൊക്കെയോ തട്ടിയും മുട്ടിയും പോയി. മൂത്തവളുടെ കല്യാണം വന്നപ്പോ കള്ളി വെളിച്ചത്തായി. സ്ത്രീധനമായി എടുത്തു കൊടുക്കാൻ നിന്റെ അച്ഛന്റെ കയ്യില് എന്തുണ്ടായിട്ടാ? ആ വിഷമത്തില് പാവം നെഞ്ചു പൊട്ടി മരിച്ചു. പക്ഷേ പെൺമക്കളുടെ കാര്യം ആ രസം. അച്ഛൻ മരിച്ചു, വരുമാനവും നിലച്ചു, ഇരുന്നുണ്ണാൻ വകുപ്പുമില്ല. ചുളുവിൽ എങ്ങനെയെങ്കിലും ചെലവ് നടന്നു പോകണമല്ലോ എന്ന് കൂലങ്കഷമായി ചിന്തിക്കുമ്പോഴാ എന്റെ അച്ഛനെ പെടുത്താനുള്ള ഐഡിയ വന്ന് വീഴുന്നത്. അച്ഛന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ടല്ലോ. നിന്റെ അച്ഛനെ എന്റെ അച്ഛൻ പറഞ്ഞു പറ്റിച്ചെന്ന് പറഞ്ഞു വരുത്തി പണം പിടുങ്ങാമെന്ന് കരുതി അല്ലേടി എന്ന് രാഗിണി ചോദിക്കെ കാവേരിയും പറയുന്നുണ്ട്. എച്ചില് നക്കുന്ന നായുണ്ടല്ലോ, അതിന്റെ ചിറി നക്കുന്നതിന് തുല്യമടി നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം പിടുങ്ങുന്നത്. മറ്റുള്ളവരുടെ കണ്ണീരും ചോരയും വിയർപ്പുമൊക്കെയാടി നിന്റെ അച്ഛന്റെ സ്വത്ത്. നീ ഓടിച്ചോണ്ട് നടക്കുന്ന കാറ് മുതല് ഇട്ടിരിക്കുന്ന ചെരുപ്പ് വരെ മറ്റുള്ളവരുടെ അധ്വാനത്തിന്റെ ഫലമാ. കണക്ക് കൃത്യമായിട്ട് പറഞ്ഞ മൊത്തം ഇവിടെ അഴിച്ചുവെച്ച് ഉടുതുണി മാത്രമായിട്ട് പോവേണ്ടി വരും നീ. കണക്കും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് എടുത്തോണ്ടിരിക്കുക ഞാൻ. എല്ലാം തികഞ്ഞ് ബോധ്യപ്പെട്ട് കഴിയുമ്പോ ജയപാലന്റെ കൊട്ടാരത്തിലേക്ക് ഒരു വരവുണ്ട്. കണക്കു തീർക്കാൻ ഉടനെയൊന്നും നിന്റെ മടങ്ങിപ്പോക്കില്ലാത്തത് കൊണ്ട് നന്നായി. എന്റെ അച്ഛനെ ചതിച്ച ജയപാലന്റെ കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുന്നതും ആ സാമ്രാജ്യം ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരുന്നതും കാണാൻ നീ ഇവിടെ തന്നെ വേണം. പിന്നെ നീ കാവേരിക്കൊത്തൊരു എതിരാളിയാണെന്ന് തോന്നല് അത് വെറുതെയാ. നിന്റെ അച്ഛനെ കൊണ്ട് പറ്റിയിട്ടില്ല കാവേരിക്കൊപ്പം നിൽക്കാൻ. പിന്നെയാ നീ പോടി എന്ന് കാവേരി പുച്ഛത്തോടെ പറയുക. രാഗിണിയും ദേഷ്യത്തോടെ നടന്നു ചെന്ന് കാറിലേക്ക് കയറുമ്പോഴേക്കും കാവേരിയും തന്റെ സ്കൂട്ടിയെല്ലാം പൊക്കിയെടുക്കുകയാ. കാവേരി സ്കൂട്ടിയിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും രാഗിണി സ്പീഡിൽ കാറോടിച്ചു പോകുമ്പോഴേക്കും റോഡിലെ കുഴിയിലുണ്ടായിരുന്ന ചെളിവെള്ളം മുഴുവൻ കാവേരിയുടെ ദേഹത്തേക്ക് തെറിപ്പിക്കുകയാ. ദേഷ്യത്തോടെ എടി എന്ന് വിളിച്ച് കാവേരി നിൽക്കെ, ഒരു തുടക്കത്തിന് ഇത്രയൊക്കെ മതി, നീയൊക്കെ ഇത്രയും ഉള്ളടി രാഗിണിക്ക് മുന്നിൽ എന്ന് രാഗിണിയും ദേഷ്യത്തോടെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് മനസ്സിൽ പറയുകയാ. അവിടെ സ്നേഹതീരത്തെ അടുക്കളയിൽ യൂട്യൂബിൽ നോക്കി വീഡിയോ ഉണ്ടാക്കുകയാ വിനീത്. ബിരിയാണി തയ്യാറാക്കാൻ ആവശ്യമായ വിഭവങ്ങൾ: ബസുമതി അരി 1/2 കിലോ, ചിക്കൻ 1/2 കിലോ കഷ്ണങ്ങളാക്കിയത് എന്നൊക്കെ പറയേ വിനീത് ഓരോന്നായി എടുത്തു വെക്കുകയാ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ എന്ന് പറയേ അവൻ ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തു വെച്ച് 2 ടീസ്പൂണുകളും എടുത്തു വെക്കുക. പച്ചമുളക് എരിവിനനുസരിച്ച്, സവാള 4 എണ്ണം നീളത്തിലരിഞ്ഞത്, തക്കാളി 2 എണ്ണം അരിഞ്ഞത്, തൈര് 1/2 കപ്പ്, ബിരിയാണി മസാല 2 ടീസ്പൂൺ, മുളക് പൊടിയും ഗരം മസാലയും ഓരോ ടീസ്പൂൺ വീതം, സുഗന്ധ വ്യഞ്ജനങ്ങൾ ഏലയ്ക്ക 4 എണ്ണം എല്ലാം എടുത്തു വെച്ചുകൊണ്ട് വിനീതും പറയുന്നുണ്ട്. ഇതിലും ഭേദം SSLC പരീക്ഷ എഴുതാൻ പോകുന്നതായിരുന്നു എന്ന്. പിന്നീടവൻ വീഡിയോയ്ക്ക് അനുസരിച്ച് പാചകം ചെയ്യുകയാ. സ്റ്റൗവിൽ വേവിക്കാനായി വെക്കുമ്പോഴേക്കും നിളയും ഗംഗയും അങ്ങോട്ടെത്തുകയാ. ആകെ അലങ്കോലമായി പച്ചക്കറികളെല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്ന ടേബിൾ കണ്ട് വിനീതേട്ടാ ഇതൊക്കെ എന്താന്ന് ഗംഗ ചോദിക്കുന്നുണ്ട്. അതോ ബിരിയാണിയുടെ ചേരുവകൾ, ഇതൊന്നും അറിയില്ലല്ലേ എന്നവൻ ചിരിയോടെ ചോദിക്കെ, കൊള്ളാം വിനീതേട്ടാ, കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ചയും കൂടി ആവായിരുന്നു എന്ന് ഗംഗ പറയേ, അതിന്റെ കാര്യം വീഡിയോയിൽ പറഞ്ഞില്ലല്ലോ എന്ന് വിനീതും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അതെ, എല്ലാ ബിരിയാണിക്കുള്ള ഐറ്റംസ് ഒന്നും ഇതിൽ കാണില്ല. ഇതൊരു സ്പെഷ്യൽ ഐറ്റമാണ്, ലോകത്താരും ഇന്നേ വരെ കഴിച്ചിട്ടില്ലാത്ത ഒരു സ്പെഷ്യൽ ബിരിയാണി എന്ന് വിനീത് പറയേ ചുറ്റും നോക്കി. പക്ഷേ ചെറുനാരങ്ങ ഇല്ലല്ലോ എന്ന് ഗംഗയും പറയുന്നു. ചെറുനാരങ്ങയോ, അതൊക്കെ വേണോ ബിരിയാണിക്ക് എന്ന് വിനീത് അമ്പരപ്പോടെ ചോദിക്കേ, വിനീതേട്ടാ ഇന്ന് പട്ടിണി ആവില്ലല്ലോ അല്ലേ? ദേ ചോറ് വെച്ചിട്ടില്ലാട്ടോ എന്ന് ഗംഗയും പറയുന്നുണ്ട്. നീളപാത്രത്തിന്റെ മൂടി തുറക്കാൻ നിൽക്കുമ്പോഴേക്കും മാറങ്ങോട്ട്, എന്താ ഇത് എന്ന് വിനീത് ചോദിക്കുന്നുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ വിനീതേട്ടാ എന്ന് നിളയും. പറ്റില്ല എന്ന് വിനീത് തീർത്ത് പറയേ, ഒറ്റൊരു സ്പൂൺ കൊതികൊണ്ടാ എന്ന് നിള കെഞ്ചുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല. ബിരിയാണി ഉണ്ടാക്കി തീരും വരെ അടുക്കളയിൽ കയറാൻ പാടില്ലെന്നാണ് എഗ്രിമെന്റ്. എന്റെ ബിരിയാണി ഒരു സസ്പെൻസ് ആയിരിക്കണം എന്ന് വിനീത് പറയേ, വിനീതേട്ടാ നിളമോൾക്ക് മാത്രം കുറച്ച് എന്ന് ഗംഗ പറയുന്നുണ്ട്. ആർക്കുമില്ല, ഇറങ്ങിക്കോ, അടുക്കളയിൽ നിന്ന് ഇറങ്ങിക്കോ, പെട്ടെന്ന് ഇറങ്ങിക്കോ എന്ന് വിനീത് പറയേ. ശരി മോളെ വാ പോവാം എന്ന് പറഞ്ഞ് നിളയും പിടിച്ചു വലിച്ചുകൊണ്ട് ഗംഗ പോവേ. ഗംഗേച്ചി ഇതേ നല്ല മണം എന്ന് നിളയും പറയുന്നുണ്ട്. ആടി നമുക്ക് കഴിക്കാൻ വേണ്ടി തന്നെയല്ലേ ഉണ്ടാക്കുന്നത്, കുറച്ച് വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞ് ഗംഗ അവളെ വിളിച്ചോണ്ട് പോവുകയാ. അവർ പോയി കഴിയുമ്പോഴേക്കും വിനീതും പാത്രത്തിന്റെ മൂടി തുറന്നു നോക്കി, ഞാൻ ഉണ്ടാക്കിയിട്ട് ഇത്ര മണമോ, കൊള്ളാം എന്ന് പറഞ്ഞ് വീണ്ടും മൊബൈലിൽ ഗെയിമും കളിച്ചിരിക്കുക. ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.